ഒൻപതാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പോളിനോമിയൽസ് ആണ് നമ്മൾ ഈ സെഷനിലൂടെ പരിചയപ്പെടുന്നത്. പോളിനോമിയൽസ് എന്താണെന്ന് പഠിക്കുന്നതിന് മുന്നോടിയായിട്ട് 7ാം ക്ലാസ്സിലെയും 8ാം ക്ലാസ്സിലെയും ഓൾജിബ്രിക് എക്സ്പ്രഷൻസ് എന്താണെന്ന് നമ്മൾ അറിയണം. അതേപോലെ തന്നെ 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പോളിനോമിയൽസ് ഈ ഒരു ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ ആണ്. ആദ്യം ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് പഠിക്കുന്നത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, പോളിനോമിയൽസിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോളിനോമിയൽസ് ഏതൊക്കെയാണ്, പോളിനോമിയൽസിന്റെ ഫാക്ടറൈസേഷൻ എങ്ങനെയൊക്കെയാണ്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഐഡന്റിറ്റീസ് ഏതൊക്കെയാണ്. ഇത്രയും കാര്യങ്ങളാണ് ആക്ച്വലി നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇനി പോളിനോമിയൽസ് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഈ എക്സ്പ്രഷൻസ് ഹാവിംഗ് വേരിയബിൾസ് ഉണ്ടായിരിക്കണം. പവർ ഓഫ് ദി വേരിയബിൾ മസ്റ്റ് ബി എ ഹോൾ നമ്പർ ആയിരിക്കണം. ഇങ്ങനെയുള്ള എക്സ്പ്രഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളിനോമിയൽസ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, x² എന്ന് എഴുതിയാൽ ഈ x എന്ന് പറയുന്നത് എന്താണ്? വേരിയബിൾ ആണ്, 2 ഹോൾ നമ്പർ ആണ്. സോ x² ഒരു പോളിനോമിയൽ ആണ്. ഇനി x⁻² പോളിനോമിയൽ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം x⁻² ആണ്. -2 എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് നമ്പർ ആണ്, അത് ഹോൾ നമ്പർ അല്ല. സോ ദിസ് ഈസ് നോട്ട് എ പോളിനോമിയൽ. സിമിലർലി 1/x⁴ എന്ന് പറയുകയാണ്. സോ നിങ്ങൾക്കറിയാം, 8th നമ്മൾ പഠിച്ച ഐഡന്റിറ്റി പ്രകാരം ഇത് മുകളിലേക്ക് ചെല്ലുമ്പോൾ x⁻⁻4 എന്നാവും. ദാറ്റ് ഈസ് വേരിയബിൾ ഉണ്ട്, വേരിയബിളിന്റെ പവർ ഹോൾ നമ്പർ അല്ല. ദാറ്റ് ഈസ് ഇതെന്തല്ല, പോളിനോമിയൽ അല്ല. അപ്പൊ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ വേരിയബിൾ ഉണ്ടായിരിക്കണം, വേരിയബിളിന്റെ പവർ എന്തായിരിക്കണം? ഒരു ഹോൾ നമ്പർ ആയിരിക്കണം. സോ ഇതാണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് പോളിനോമിയൽസ്. നമുക്ക് കൂടുതൽ എക്സാമ്പിൾസിലേക്ക് നോക്കാം. ഇപ്പൊ 7 ഒരു പോളിനോമിയൽ ആണോ എന്ന് ചോദിച്ചാൽ പൊതുവെ കുട്ടികൾ പറയും അല്ല എന്നുള്ളത്. പക്ഷേ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, x⁻0 1 ആണ്, അല്ലെങ്കിൽ y⁻0 എന്ന് പറയുന്നത് 1 ആണ്. എനി നമ്പർ ⁻0. പക്ഷെ ഒരു കാര്യമുണ്ട്, 0⁻0 എന്ന് പറയുന്നത് എന്തല്ല? 1 അല്ല. ബാക്കിയുള്ള നമ്പേഴ്സ് ⁻0 എന്താണ്? 1 ആണ്. അപ്പൊ 7 എന്ന് പറയുന്ന നമ്പർ നമ്മൾ എടുത്താൽ 7നെ നമുക്ക് 7 × 1 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 1ന് പകരം 7x⁻0 എന്ന് എഴുതാം. ദാറ്റ് മീൻസ് ഇൻവിസിബിൾ ആയിട്ട് അവിടെ ഒരു വേരിയബിൾ ഉണ്ട്, x. അതിനൊരു പവർ ഉണ്ട് 0, അതെന്താണ്? ഹോൾ നമ്പർ ആണ്. ദാറ്റ് മീൻസ് 7ഉം 6ഉം അങ്ങനെയുള്ള നമ്പേഴ്സ്, നമ്മൾ പഠിച്ചിട്ടുള്ള നമ്പേഴ്സ് എല്ലാം എന്ത് തന്നെയാണ്? പോളിനോമിയൽസ് തന്നെയാണ്. സോ ഇതാണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് പോളിനോമിയൽസ് എന്ന് പറയുന്നത്. ഇനി കൂടുതൽ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിനോമിയൽസ് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിനോമിയൽസ് ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് വേരിയബിൾസ്. വേരിയബിൾസിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു? ഇപ്പോ ഇവിടെ നമ്മൾ നോർമലി പഠിക്കുന്നതെല്ലാം 1 വേരിയബിൾ ആണ്. അപ്പൊ ഓർക്കേണ്ട കാര്യം, 10th വരെ നമ്മൾ നോർമലി പഠിക്കുന്ന ടൈപ്പ് ഓഫ് പോളിനോമിയൽസ് എല്ലാം 1 വേരിയബിൾ ആണ്. ഉദാഹരണം പറഞ്ഞാൽ x² + 3x + 2, ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന വേരിയബിൾ x മാത്രമാണ്. സിമിലർലി ഇപ്പോ x + y എന്നാണ് ഞാൻ കൺസിഡർ ചെയ്താൽ ഇത് പോളിനോമിയലിന് എന്താണ്? 2 വേരിയബിൾ ആണ്. സോ നമ്മൾ 2 വേരിയബിൾ 3 വേരിയബിൾ കൺസെപ്റ്റ് പഠിക്കുന്നില്ല. നമ്മൾ 10th വരെ പഠിക്കുന്നതെല്ലാം സിംഗിൾ വേരിയബിൾസ് മാത്രമാണ്. ഇനി വീണ്ടും ഡീപ്പായിട്ട് നമ്മൾ നോക്കിയാൽ ഇതിന്റെ നെയിമിംഗിലേക്ക് പോകാം. ഇവിടെ x ആണ് വേരിയബിൾ, അതുകൊണ്ട് നമ്മൾ അതിനെ p(x) എന്ന് വിളിക്കുന്നു. എന്താണ് p(x)? പോളിനോമിയൽ വിത്ത് വേരിയബിൾ x. അതേപോലെ തന്നെ g(x) എന്ന് വിളിച്ചാൽ അത് തന്നെയാണ് അർത്ഥം. ദാറ്റ് ഈസ് g(x) മീൻസ് പോളിനോമിയൽ വിത്ത് വേരിയബിൾ x ആണ്. ഇനിയിപ്പോ y² - 3y ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരും? p(y) എന്ന് വിളിക്കാം, g(y) എന്ന് വിളിക്കാം, t(y) എന്ന് വിളിക്കാം. അങ്ങനെ നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാം. ഇതാണ് നെയിമിംഗ് ഓഫ് പോളിനോമിയൽ എന്ന് പറയുന്നത്. ഇനി ഫർദർ ക്ലാസിഫിക്കേഷനിൽ പോയി കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ടേംസ്, ഒരു ടേം മാത്രമുള്ളവനെ നമ്മൾ മോണോമിയൽ എന്ന് പറയുന്നു. അതായത് പോളിനോമിയൽസിനകത്ത് തന്നെ ഒരു ടേം വരുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? മോണോമിയൽ. 2 ടേം വന്നാൽ നമ്മൾ ബൈനോമിയൽ എന്ന് പറയുന്നു. 3 ടേം വന്നാൽ എന്തെന്ന് പറയും? ട്രൈനോമിയൽ. ഫോർ എക്സാമ്പിൾ, x × y × z. സോ നമ്മൾ 3 വേരിയബിൾ കേസ് പഠിക്കുന്നില്ല, എങ്കിലും ഒരു എക്സാമ്പിൾ പറയുകയാണ്. x × y × z എന്ന് പറയുന്നത് എത്ര ടേംസ് ആണെന്ന് ചോദിച്ചാൽ ആക്ച്വലി ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. x × y × z, ദാറ്റ് മീൻസ് x, y, z. അത് സിംഗിൾ ടേം ആണ്, അതുകൊണ്ട് തന്നെ ഇത് മോണോമിയൽ ആണ്. ഇനി x² - 3x ചോദിച്ചാൽ ഇവിടെ 2 ടേംസ് വന്നിട്ടുണ്ട്. സോ അതെന്താണ്? ബൈനോമിയൽ ആണ്. ഇനി x³ - 4x² + 2 എടുത്തു കഴിഞ്ഞാൽ
ഇവിടെ 3 ടേംസ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് ട്രൈനോമിയൽ ആണ്. ഓക്കെ, ഇനി പൊതുവായിട്ട് ഒന്നോ ഒന്നിലധികം ടേംസോ വന്നാൽ നമ്മൾ നോർമലി വിളിക്കുന്ന പേരാണ് പോളിനോമിയൽസ്. സോ ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിനോമിയൽസ് ബേസ്ഡ് ഓൺ എന്തെന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത്. ദെൻ ഇനി ഒരു ഫർദർ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ദാറ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിനോമിയൽസ് ബേസ്ഡ് ഓൺ ഡിഗ്രി. സോ അത് പറയുന്നതിന് മുന്നോടിയായിട്ട് എന്താണ് ഡിഗ്രി എന്ന് പറയണം. ഒരു പോളിനോമിയലിന്റെ ഹയസ്റ്റ് പവർ അതിനെ വിളിക്കുന്ന പേരാണ് ഡിഗ്രി എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഇവിടെ x² - 3x, ഇവിടുത്തെ പവർ 2, ഇവിടുത്തെ പവർ x⁻1 ആണ്. ദാറ്റ് മീൻസ് ഇതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ്, ഹയസ്റ്റ് പവർ. ഈ ഒരു കേസിൽ എടുത്താൽ ഹയസ്റ്റ് പവർ 3 ആണ്. സോ അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. ഇനി 7 എന്ന് മാത്രം ഒരു പോളിനോമിയൽ ഞാൻ എടുത്താൽ അവിടെ x⁻0 ആണ്, അല്ലെങ്കിൽ y⁻0 ആണ്, അല്ലെങ്കിൽ z⁻0 ആണ്. ദാറ്റ് ഈസ് 0 ആണ് അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത്. സോ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ എന്താണ്? ഡിഗ്രി. അതിലേക്ക് പോയാൽ 0 ഡിഗ്രി വരുന്നത്, ഫസ്റ്റ് ഡിഗ്രി വരുന്നത്, സെക്കൻഡ് ഡിഗ്രി വരുന്നത്, തേർഡ് ഡിഗ്രി വരുന്നത്, ഫോർത്ത് ഡിഗ്രി, അത്രയും ക്ലാസിഫിക്കേഷൻസ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. ഡിഗ്രി 0 വന്നാൽ അങ്ങനെയുള്ള പോളിനോമിയൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺസ്റ്റന്റ് പോളിനോമിയൽസ് എന്ന് പറയുന്നു. കോൺസ്റ്റന്റ് പോളിനോമിയൽസ് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോ 7, √3, 5 ഇതെല്ലാം എന്തൊരു പോളിനോമിയൽസിന് എക്സാമ്പിൾ ആണ്? കോൺസ്റ്റന്റ് പോളിനോമിയൽസിന് എക്സാമ്പിൾ ആണ്. ഡിഗ്രി 0 ആണ്. ദെൻ ഇനി അടുത്തത് ഡിഗ്രി 1 ആയിട്ടുള്ള പോളിനോമിയൽ, അങ്ങനെയുള്ള പോളിനോമിയൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീനിയർ പോളിനോമിയൽ. ഫോർ എക്സാമ്പിൾ x+2 y എന്ന് മാത്രം എടുക്കാം. ഇവിടെ എല്ലാം ഈ പർട്ടിക്കുലർ കേസുകളിൽ ഹയസ്റ്റ് പവർ 1 ആണ്. ദാറ്റ് ഈസ് ദാറ്റ് ടൈപ്പ് ഓഫ് പോളിനോമിയൽസ് ആർ കാൾഡ് ലീനിയർ പോളിനോമിയൽസ്. ഇനി അടുത്തൊരു ടൈപ്പിലേക്ക് വന്നാൽ ഡിഗ്രി 2 വരികയാണ്. ദാറ്റ് ഈസ് x² + 3x+2 എന്ന് എടുക്കാം. ഇവിടെ ഹയസ്റ്റ് പവർ 2 ആണ്, ദാറ്റ് ഈസ് ഡിഗ്രി 2 ആണ്. അങ്ങനെയുള്ള പോളിനോമിയൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത്. ഡിഗ്രി 2 ആയിട്ടുള്ള പോളിനോമിയൽസ് ആണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽസ്. ദെൻ അടുത്തൊരു കേസ് എടുക്കുകയാണ് x³ - 3 x² - 7. ഇവിടെ ഹയസ്റ്റ് പവർ 3 ആണ്. അങ്ങനെയുള്ള പോളിനോമിയൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യൂബിക് പോളിനോമിയൽ എന്ന് പറയുന്നു. അതേപോലെ ഡിഗ്രി 4ലേക്ക് വന്നു കഴിഞ്ഞാൽ x⁻4 - 8 എന്നല്ലോ നമ്മൾ എടുക്കുകയാണ്. അങ്ങനെയുള്ള പോളിനോമിയലിനെ വിളിക്കുന്ന പേരാണ് ബൈ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. സോ ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിനോമിയൽസ് ബേസ്ഡ് ഓൺ ഡിഗ്രി എന്ന് പറയുന്നത്. ലീനിയർ വരുന്നുണ്ട്, ക്വാഡ്രാറ്റിക് വരുന്നുണ്ട്, ക്യൂബിക് വരുന്നുണ്ട്, ബൈ ക്വാഡ്രാറ്റിക് വരുന്നുണ്ട്. ഇനി അറിയേണ്ടത് ഇതിന്റെ സ്റ്റാൻഡേർഡ് ഫോമിനെ പറ്റിയാണ്. വളരെ സിമ്പിൾ ആണ്. ലീനിയർ പോളിനോമിയലിന് മുന്നോടിയായിട്ട് നമ്മൾ കോൺസ്റ്റന്റ് പോളിനോമിയൽ പഠിച്ചിരുന്നു. കോൺസ്റ്റന്റ് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ മാത്രമാണ്, ശരിയല്ലേ? അതുകൊണ്ട് ഞാൻ അതിന്റെ സ്റ്റാൻഡേർഡ് ഫോം a എന്ന് മാത്രം വിളിക്കുകയാണ്. a എന്നോ a1 എന്നോ a0 എന്നോ. ഇനി ലീനിയറിലേക്ക് വന്നപ്പോൾ അത് ഞാനല്ല, എല്ലാം ബേസ്ഡ് ഓൺ എക്സിൽ അങ്ങ് പഠിപ്പിക്കുകയാണ്. സോ എക്സ് ഒരു കോഎഫിഷ്യന്റ് ഉണ്ടാവും, അതിനെ ഞാൻ a എന്ന് വിളിച്ചു. എന്താണ് കോഎഫിഷ്യന്റ്? ഏത് വേരിയബിൾ ആണോ അതിന് മുന്നിൽ വരുന്നത് അതിനെയാണ് കോഎഫിഷ്യന്റ് എന്ന് പറയുക. 8ൽ നമുക്ക് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പ്ലസ് ഒരു കോൺസ്റ്റന്റ് ആണ്, അതിനെ b എന്ന് വിളിക്കുക. ദാറ്റ് ഈസ് ലീനിയറിന്റെ സ്റ്റാൻഡേർഡ് ഫോം ആണ് ax + b. ഇനി ക്വാഡ്രാറ്റിക്കിലേക്ക് വന്നാൽ a ഉണ്ട്, കോഎഫിഷ്യന്റ് ആണ് x², x ഉണ്ടാവാം b പ്ലസ് എന്താണ് c. ദെൻ ക്യൂബിക്കിലേക്ക് വന്നാൽ a x³ കറക്റ്റ് ആണ്, b x² പ്ലസ് c x പ്ലസ് d ആണ്. ഇനി ബൈ ക്വാഡ്രാറ്റിക്കിലേക്ക് വന്നാൽ a x⁻4 പ്ലസ് b x³ പ്ലസ് c x² പ്ലസ് d x പ്ലസ് e. കണ്ടീഷൻ ഈസ് ഇവിടെ ഈ ഉള്ള കേസുകളിലെല്ലാം a എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ്. കാരണം ഇത് a0 വന്നാൽ ഇത് ലീനിയർ അല്ല, കോൺസ്റ്റന്റ് ആയി പോകും. ഇവിടെ a0 വന്നാൽ ഇത് ക്വാഡ്രാറ്റിക് അല്ല, ലീനിയർ ആയി പോകും. സോ ദ കണ്ടീഷൻ ഈസ് a നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ 9ാം ക്ലാസ്സിലാണെങ്കിലും 10ാം ക്ലാസ്സിലാണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ പോളിനോമിയൽസിന്റെ കോൺസ്റ്റന്റിന്റെ ആവശ്യമില്ല, ലീനിയർ, ക്വാഡ്രാറ്റിക്, ക്യൂബിക്, ബൈ ക്വാഡ്രാറ്റിക് ഇത്രയും പോളിനോമിയൽസിന്റെ എന്തറിഞ്ഞിരിക്കണം? സ്റ്റാൻഡേർഡ് ഫോം അറിഞ്ഞിരിക്കണം. ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്ന മറ്റൊരു കൺസെപ്റ്റ് ആണ് സീറോസ് എന്ന് പറയും. അപ്പൊ ആദ്യത്തെ എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഇത്രയും കാര്യങ്ങൾ മതി. ബൈനോമിയലും മോണോമിയലും ഒക്കെ എഴുതാനുള്ള എക്സാമ്പിൾസ് ആണ് ആക്ച്വലി ഫസ്റ്റ് എക്സസൈസിലുള്ളത്. ഫസ്റ്റ് എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ സെഷനിൽ പങ്കുവെച്ചു കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നതാണ് സീറോസ് ഓഫ് എ പോളിനോമിയൽ. അപ്പൊ എന്താണ് സീറോസ് എന്ന് പറയുന്നത്? സീറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോളിനോമിയലിന്റെ ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണോ ആ പോളിനോമിയൽ സീറോ ആയിട്ട് മാറുന്നത്, ദാറ്റ് വാല്യൂ ഈസ് കാൾഡ് സീറോസ് ഓഫ് എ പോളിനോമിയൽ. സോ അടുത്ത സെഷനിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സീറോസ് എങ്ങനെ കാണാമെന്നുള്ളതാണ്.
ഒരു ലീനിയർ പോളിനോമിയൽ സീറോസ് എങ്ങനെ കാണാം, ക്വാഡ്രാറ്റിക് ക്യൂബിക്കിനെ എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ 10th ക്വാഡ്രാറ്റിക് ക്യൂബിക്കിന്റെ സീറോസ് കാണാൻ പഠിക്കും, അതിന്റെ റിലേഷൻ കണക്റ്റിംഗ് കോഎഫിഷ്യൻസ് പഠിക്കും. അതേപോലെ തന്നെയാണ് ക്യൂബിക്കിന്റെ ഒക്കെ സ്പെഷ്യൽ കേസുകൾ നമ്മൾ പഠിക്കും. ബൈക്വാഡ്രാറ്റിക്കിന്റെയും അതേപോലെ നമ്മൾ പഠിക്കും. അവിടെ നമുക്ക് ബൈക്വാഡ്രാറ്റിക്കിന്റെ റിലേഷൻസ് ഒന്നും പഠിക്കാനായിട്ടില്ല. സോ റിമൈൻഡർ തിയറം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇവിടെ വരുന്നുണ്ട്, ഡിവിഷൻ വരുന്നുണ്ട്. സോ ഇതിന്റെ എല്ലാം സ്റ്റാർട്ടിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത് 9th ക്ലാസ്സിലെ പോളിനോമിയൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. സോ ഇനി വരുന്ന സെഷൻസിൽ നമ്മൾ സീറോസും അതിന്റെ ബാലൻസ് ആയിട്ടുള്ള പോർഷൻസും പങ്കുവെക്കുന്നതായിരിക്കും. സോ താങ്ക് യു.